Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics overall heat transfer coefficient, then one-dimensional steady-state conduction without heat generation through composite wall, and problems. First one, overall heat transfer coefficient. ഈ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചസ് പോലെയുള്ള ഡിവൈസസിലാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വെച്ചാൽ ഒരു ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഒരു കോൾഡ് ഫ്ലൂയിഡിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് എന്തുണ്ടാവും, ഒരു സോളിഡ് ബോഡി ഉണ്ടാവും. എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിലൂടെ ഹോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇവിടെ കോൾഡ് ഫ്ലൂയിഡും ഉണ്ട്. ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തണം. ഓക്കെ, ആ ഹോട്ട് ഫ്ലൂയിഡിനെയും കോൾഡ് ഫ്ലൂയിഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നൊരു സോളിഡ് ബോഡി ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക? ഈ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് സോളിഡ് സർഫസിലോട്ട് ബൈ കൺവെക്ഷൻ, സോളിഡ് ബോഡിയിലേക്കൂടെ ബൈ കണ്ടക്ഷൻ, ആൻഡ് എഗെയിൻ സോളിഡ് ബോഡിയിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലോട്ട് ബൈ കൺവെക്ഷൻ. അതായത് രണ്ട് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ മെയിനായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. അത്തരം കേസസിൽ കമ്പൈൻഡ് ആയിട്ട് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്ന കേസിലൊക്കെയാണ് ഈ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഈ ഒരു പ്ലെയിൻ വാൾ, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ പ്ലെയിൻ വാൾ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ, അവിടെയാണ് ഈ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റെ കൺസെപ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു പ്ലെയിൻ വാൾ ഉണ്ട്. പ്ലെയിൻ വാളിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സർഫസിലെ ടെമ്പറേച്ചർ T1 ആണ്, റൈറ്റ് സൈഡ് സർഫസ് ടെമ്പറേച്ചർ T2 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ TA. ആ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് സോളിഡ് ബോഡിയിലോട്ട് ബൈ കൺവെക്ഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അവിടെയുള്ള കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് HA ആണ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ സോളിഡ് ബോഡിയുടെ സർഫസിൽ നിന്ന് ഈ കോൾഡ് ഫ്ലൂയിഡിലോട്ട് ബൈ കൺവെക്ഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെയുള്ള കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HB ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ്, തെർമൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെയുള്ള കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റെസിസ്റ്റൻസ്, പിന്നെ അഗെയിൻ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിലൂടെയുള്ള സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. സ്റ്റഡി സ്റ്റേറ്റിൽ ഇവിടുന്ന് കൺവെക്റ്റ് ചെയ്യുന്ന സെയിം ഹീറ്റ് തന്നെയാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്, ആ സെയിം ഹീറ്റ് കൺവെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റാണ് സ്റ്റഡി സ്റ്റേറ്റിൽ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. Q ഈസ് ഈക്വൽ ടു കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. HA കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് HA ഇൻറ്റു A ഇൻറ്റു TA മൈനസ് T1. ഏരിയ എന്ന് വെച്ചാൽ ഏരിയ നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ ഇവിടെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ കണ്ടക്ഷനാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ പ്ലെയിൻ വാളിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. K ഇൻറ്റു A, K എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി, ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് T1 മൈനസ് T2 ആണ്. ഇവിടെ കൺവെക്ഷൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് TA മൈനസ് T1 ആയിരുന്നു. അതേപോലെ ഇവിടെയുള്ള കൺവെക്ഷൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അഗെയിൻ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്, HB ഇൻറ്റു A ഇൻറ്റു T2 മൈനസ് TB. ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ റെസിസ്റ്റൻസ്, അതായത് ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ആ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ഫോർമാറ്റിലോട്ടാണ് ഇത് മാറ്റി ചെയ്തിരിക്കുന്നത്. Q ഈസ് ഈക്വൽ ടു TA മൈനസ് T1 എന്ത് വരും? 1/HA ഇൻറ്റു A. അതേപോലെ ഇവിടുത്തെ തെർമൽ റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ്റെ തെർമൽ റെസിസ്റ്റൻസ് ത്രൂ പ്ലെയിൻ വാൾ എന്താണ്? L/K ആണ്. അതേപോലെ ഇവിടെ അങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. T2 മൈനസ് TB ഡിവൈഡ് ബൈ 1/HB ഇൻറ്റു A എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ TA മൈനസ് TB ആണ്. അത് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ്. ഇവിടെ സീരീസ് നെറ്റ്വർക്കാണുള്ളത്. ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൺവെക്ഷൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് കണ്ടക്ഷൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് കൺവെക്ഷൻ്റെ റെസിസ്റ്റൻസ്, RA പ്ലസ് R പ്ലസ് RB എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RA പ്ലസ് R പ്ലസ് RB. വാല്യൂ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? എ കോമൺ ആണ്. അങ്ങനെ ഏതാ? ആർ ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു 1/ha പ്ലസ് L/k പ്ലസ് 1/hb എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ആർ ടോട്ടലിന് ഇവിടെ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ കൊടുക്കുന്നത് Q ഈസ് ഈക്വൽ ടു TA മൈനസ് TB ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ 1/a നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ട് എഴുതാൻ വേണ്ടി പറ്റും. Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു TA മൈനസ് TB ഡിവൈഡ് ബൈ 1/ha പ്ലസ് L/k പ്ലസ് 1/hb. ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വേറൊരു ഫോർമാറ്റിലും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് Q ഈസ് ഈക്വൽ ടു U ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി. Q ഈസ് ഈക്വൽ ടു U ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. അവിടെ ആ യുവിനെയാണ് നമ്മൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താ കിട്ടുക? ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും കമ്പയർ ചെയ്യുന്നു. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് യുവിൻ്റെ എക്സ്പ്രഷൻ എന്ന് കിട്ടും. U ഈസ് ഈക്വൽ ടു 1/, ഈ ഒരു ടേം ആയിരിക്കും U എന്ന് പറഞ്ഞു വരുന്നത്. ഇതാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എവിടെ? ഒരു പ്ലെയിൻ വാളുണ്ട്, അതിൻ്റെ രണ്ട് സൈഡിലും കൺവെക്ഷൻ ഉണ്ട്. ആ ഒരു കേസ് ജിയോമെട്രി മാറുന്നതിനനുസരിച്ചിട്ട് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു TA മൈനസ് TB ഡിവൈഡ് ബൈ 1/ha പ്ലസ് L/k പ്ലസ് 1/hb എന്ന് പറയുന്നത്. ചിലപ്പം പ്രോബ്ലത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പം റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ഹീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കേസിൽ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/A ആണ്. സ്മോൾ Q ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q/A. അതിൽ നിന്ന് എന്ത് എക്സ്പ്രഷൻ കിട്ടും നമുക്ക്? TA മൈനസ് TB ഡിവൈഡ് ബൈ 1/ha പ്ലസ് L/k പ്ലസ് 1/hb എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻസിൻ്റെ ടേം തന്നെയാണ്. ആരുണ്ടാവില്ല? ഏരിയ ഇല്ലാണ്ട്. ഓക്കെ, ഹീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയെങ്കിൽ ഇത്രയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ ഏരിയ ഒഴിവാക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ത്രൂ കോമ്പോസിറ്റ് വാൾ. സിംഗിൾ വാൾ, ഒരു പ്ലെയിൻ വാളിലൂടെയുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി കോമ്പോസിറ്റ് വാൾ. കോമ്പോസിറ്റ് വാൾ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വാൾസ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. Many engineering applications of practical utility involves heat transfer through a medium composed of two or more materials of different thermal conductivity arranged in series or parallel. അത് നമ്മൾ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്ന സമയത്ത് റെഫ്രിജറേറ്ററിൻ്റെ വാൾസ് അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് പ്ലാന്റിൻ്റെ വാൾസ് എന്നൊക്കെ പറയുന്നത് ഒരു സിംഗിൾ മെറ്റീരിയൽ കൊണ്ടായിരിക്കില്ല ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ അറേഞ്ച് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഓരോന്നിനും ഓരോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ആ സമയത്തുള്ള അനാലിസിസ് ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ആ പ്ലെയിൻ വാൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് സീരീസ് എല്ലാം പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് കോമ്പോസിറ്റ് വാൾ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റീരിയലാണ്, അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1, അതുപോലെ സെക്കൻഡ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2, തേർഡ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K3. ഇത് സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരം കേസിൽ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കോമ്പോസിറ്റ് വാൾസൊക്കെ വരുന്ന സമയത്ത് ഈ തെർമൽ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പം 3 ലെയേഴ്സാണ്. കോമ്പോസിറ്റ് വാൾ 3 ലെയേഴ്സാണ് ഉള്ളത്. തെർമൽ കണ്ടക്ടിവിറ്റി അതേപോലെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിലൊരു കോൾഡ് ഫ്ലൂയിഡ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, ഹോട്ട് ഫ്ലൂയിഡ് ടു കോൾഡ് ഫ്ലൂയിഡ്. ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചറാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, ഫസ്റ്റത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? ഈ ഫ്ലൂയിഡ്, ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് ഇതിൻ്റെ വാളിലോട്ടുള്ളത് ബൈ കൺവെക്ഷൻ ആയിരിക്കും. പിന്നെ ഇവിടെ കണ്ടക്ഷൻ, അതുപോലെ സെക്കൻഡ് ലെയറിലും കണ്ടക്ഷൻ, തേർഡ് ലെയറിലും കണ്ടക്ഷൻ. പിന്നെ റൈറ്റ് സൈഡിലെ
ആ കോൾഡ് ഫ്ലൂയിഡിലോട്ട് പോകുന്നത് ബൈ കൺവെക്ഷൻ. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ടി ആണ്, ഇവിടെയില്ല കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് എച്ച്. അതേപോലെ റൈറ്റ് സൈഡിൽ ടി ബിയും എച്ച് ബിയും. അതിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, സീരീസ് ആയിട്ടാണുള്ളത്. ഓക്കെ, ടെമ്പറേച്ചറും റെസിസ്റ്റൻസും. ആർ എ എന്ന് പറയുന്നത് ഇവിടെയില്ലേ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ R1 ഇവിടെയില്ലേ കണ്ടക്ഷനിലെ റെസിസ്റ്റൻസ്. അതേപോലെ R2 R3 ഇവിടെയും ഇവിടെയില്ലേ കണ്ടക്ഷനിലെ റെസിസ്റ്റൻസ്. അതേപോലെ RB എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ കൺവെക്ഷനിലെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ അന്നേരം ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെയില്ലേ ഹീറ്റ് ഇവിടുന്ന് ഇവിടത്തോടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സെയിം ഹീറ്റാണ് ത്രൂ ഔട്ടായിട്ട് കണ്ടക്ട് ചെയ്തും കൺവെക്ട് ചെയ്തും പോകുന്നത്. ഇക്വേഷൻ അങ്ങനെ എഴുതാം, ഓൾറെഡി അറിയുന്നതാണ് അങ്ങനെ എഴുതേണ്ടതെന്ന്. ആദ്യത്തെ കൺവെക്ഷനാണ് ബൈ യൂസിങ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. Q = HA × A × ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ TA - T1. ഇവിടെ വരുന്ന സമയത്ത് കണ്ടക്ഷനാണ്, ഇക്വേഷൻ മാറും. K1 അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ഇവിടെ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് T1 - T2 ഡിവൈഡ് ബൈ അതിൻ്റെ ലെങ്ത്ത് L1. അതേപോലെ സെക്കൻഡ് എഴുതുക, തേർഡ് എഴുതുക. അതേപോലെ അത് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ കൺവെക്ട് ചെയ്ത് പോകുന്നത്. ഇനി ഇക്വേഷൻ അങ്ങനെ മാറ്റി വരുന്നത് Q = ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ മാറ്റിയത് എന്ത് കിട്ടും? ഈ ഒരു ടേമിലോട്ട് മാറും. ഇവിടെ RA എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഇതും കമ്പയർ ചെയ്താൽ എന്തായിരിക്കും? RA എന്ന് പറയുന്നത് 1/HA × A ആണ്. ഇവിടുത്തെ R1 എന്ന് പറയുന്നത് കണ്ടക്ഷനിലെ റെസിസ്റ്റൻസ് ആണ് ത്രൂ പ്ലെയിൻ വാൾ, L1/K1 × A. അതേപോലെ എല്ലാ ടേംസും നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മളെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, അത് ഡിവൈഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് സീരീസ് ആയതുകൊണ്ട് സീരീസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് വരുന്നത്. അത് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RA + R1 + R2 + R3 + RB ആണ്. ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TA - TB. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? Q = ഒന്നുകിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എഴുതാം, ഓൾറെഡി പറഞ്ഞു നടക്കുന്ന കൺവെക്ഷൻ, പിന്നെ കണ്ടക്ഷൻ, 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 പിന്നെ കൺവെക്ഷൻ. അല്ലെങ്കിൽ ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ്. ഇവിടെ ഇത്തരം കേസിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q = ഓൾറെഡി പറഞ്ഞ കണക്ക് തന്നെ Q/A ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് എഴുതണം? ഈ താഴെ റെസിസ്റ്റൻസ് വാല്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ഒഴിവായിപ്പോൾ? ഏരിയ ഒഴിവാക്കിയിട്ട്. കാരണം Q/A ആണ് കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഇവിടെയിലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് എന്തുവരും? തൊട്ട് മുമ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ആകെ ഒരു പ്ലെയിൻ വാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 ലെയേഴ്സ് വന്നിട്ടുണ്ട്. കോമ്പോസിറ്റ് വാളാണ്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് എങ്ങനെ മാറും? 1/1/HA + L1/K1 + L2/K2 + L3/K3 + 1/HB. നേരത്തെ മാതിരി ഇക്വേഷൻ എഴുതിയിട്ട് കമ്പയർ ചെയ്താൽ കിട്ടും. ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. First one, a furnace wall is made up of 3 layers. One is fire brick, one is insulating layer, and other is red brick. The inner and outer surface temperatures are 870 degrees centigrade and 40 degrees centigrade respectively. The respective thermal conductivities of layers are 1.163, 0.14 and 0.872 watt per meter Kelvin, and thicknesses are 22 cm, 7.5 cm and 11 cm. Find the rate of heat loss per meter square and interface temperatures. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫർണസ് വാൾ 3 ലെയേഴ്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക, റെസിസ്റ്റൻസും കാണിക്കുക. ഓക്കെ, 3 ലെയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തത് ഫയർ ബ്രേക്ക്, പിന്നെ ഇൻസുലേറ്റിംഗ് ലെയർ ആൻഡ് അതർ ഈസ് റെഡ് ബ്രേക്ക്. ഇന്നർ സർഫസിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഞാൻ ഇപ്പോൾ T1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ഇന്നർ സർഫസ് ടെമ്പറേച്ചർ 870 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതേപോലെ ഔട്ടർ സർഫസ് ടെമ്പറേച്ചർ T4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പിന്നെ ഓരോ ലെയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. K1, അതേപോലെ K2 ആൻഡ് K3 വാല്യൂസ് ഉണ്ട്. അതേപോലെ ഓരോന്നിൻ്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. L1, L2 ആൻഡ് L3. ഈ വാല്യൂ L3 ആണ്. L3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 cm, അതായത് ഈ ഒരു ലെങ്ത്. ഇത് L1 അല്ല, L3 ആണ് ഇവിടെ വേണ്ടുന്നത്.
ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ ഇൻ്റർഫേസ് ടെമ്പറേച്ചേഴ്സ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, അതേപോലെ ഇൻ്റർഫേസ് ടെമ്പറേച്ചേഴ്സ്. T1 ആൻഡ് T4 അറിയാം, നമുക്ക് T2 ആൻഡ് T3 കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇക്വേഷൻ, നമുക്കിപ്പം രണ്ട് എൻഡ് ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്കറിയാം. അതായത് T1 മൈനസ് T4, നമുക്ക് T1 അറിയാം, T4 അറിയാം, T1 മൈനസ് T4 കണ്ടുപിടിക്കുക, ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടും. അതേപോലെ ഓരോൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് L/K A എന്നുള്ളതിൽ നമുക്ക് L/K മാത്രമേ ആവശ്യമുള്ളൂ, ഓൾറെഡി പറഞ്ഞതാണ്. അതായത് Q/A is equal to T1 minus T4 divided by L1/K1 plus L2/K2 plus L3/K3. ഓക്കെ, എല്ലാ വാല്യൂസും അറിയാം. ഓരോ റെസിസ്റ്റൻസും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 975.43 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, സോൾവ് ചെയ്ത് നോക്കുക. ഇനി ഇൻ്റർഫേസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഇവിടെ ഇൻ്റർഫേസ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ T2 ആൻഡ് T3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, T2 ആൻഡ് T3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് Q/A ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഓരോ ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റിൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതുക. അതായത് Q/A ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ ഫസ്റ്റത്തെ ഇവിടെയുള്ള കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ K1 ഇൻറ്റു T1 മൈനസ് T2 ബൈ L1. അതേപോലെ രണ്ടാമത്തത് T2 മൈനസ് T3 K2 ഇൻറ്റു T2 മൈനസ് T3 ഡിവൈഡ് ബൈ L2. അതേപോലെ K3 ഇൻറ്റു T3 മൈനസ് T4 ഡിവൈഡ് ബൈ L3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ടെമ്പറേച്ചർ T2 കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചാൽ മതി? ഈ ഒരു ടേം യൂസ് ചെയ്താൽ മതി. അതായത് Q/A ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ L1. ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് T2 മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? T2ൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് T3 ആണ്. T3 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? Q/A ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. Q/A ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. Q/A ഈസ് ഈക്വൽ K2 ഇൻറ്റു T2 മൈനസ് T3 ഡിവൈഡ് ബൈ L2. ഇവിടെ അൺനോൺ ആയിട്ട് നമ്മൾ T2 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അൺനോൺ ആയിട്ടുള്ള T3 ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? T3ൻ്റെ വാല്യൂയും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ എ ഫർണസ് വാൾ കൺസിസ്റ്റിംഗ് ഓഫ് ഫയർ ബ്രിക്ക്, ബ്ലോക്ക് ഇൻസുലേറ്റർ ആൻഡ് സ്റ്റീൽ പ്ലേറ്റ് ഈസ് ഗിവൺ ബിലോ. ഡിറ്റർമൈൻ ഹീറ്റ് ഫ്ലക്സ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്ലോക്ക് ഇൻസുലേറ്റർ ആൻഡ് സ്റ്റീൽ പ്ലേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഫോർ ഗ്യാസ് സൈഡ് ആൻഡ് എയർ സൈഡ്. ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ സർഫസിലും അതേപോലെ ഹോട്ട് ഗ്യാസിൻ്റെയും എയറിൻ്റെയും എല്ലായിടത്തിൻ്റെയും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് ഗ്യാസ് ഉണ്ട്, പിന്നെ സോളിഡ് ബോഡിയാണ് ഫയർ ബ്രിക്ക്, ബ്ലോക്ക് ഇൻസുലേറ്റർ, സ്റ്റീൽ പ്ലേറ്റ്. റൈറ്റ് സൈഡിൽ അഗെയിൻ ഫ്ലൂയിഡാണ്. എന്നുണ്ടാവും ഇവിടെ കൺവെക്ഷനാണ്, പിന്നെ കണ്ടക്ഷൻ, 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 കൺവെക്ഷൻ. ഓക്കെ, എത്ര റെസിസ്റ്റൻസ് വരും? ടോട്ടൽ 5 റെസിസ്റ്റൻസ്. ആദ്യം കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്, പിന്നെ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് കണ്ടക്ഷൻ 3 വരും, അതേപോലെ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കണം, ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്ലോക്ക് ഇൻസുലേറ്റർ, അതേപോലെ സ്റ്റീൽ പ്ലേറ്റ്. ഫയർ ബ്രിക്കിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ ഫയർ ബ്രിക്കിൻ്റെ ഇതിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്, ബ്ലോക്ക് ഇൻസുലേറ്ററിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്, സ്റ്റീൽ പ്ലേറ്റിൻ്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ ഗിവൺ ഡാറ്റയാണ്. ഓക്കെ, ആദ്യം ഹീറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ആദ്യം ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, ഓരോ വാളിലെ കൂടെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് Q/A ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് Q/A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നോൺ വാല്യൂസും ഇല്ല ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടാവും അതിൽ. ഈ ഇക്വേഷനിൽ എല്ലാ നോൺ വാല്യൂസും അറിയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, Q ഈസ് ഈക്വൽ ടു K1A ഇൻറ്റു T1 മൈനസ് T2 ബൈ L1. നമുക്ക് T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഇവിടെയാണ്. ഇവിടെ ഞാൻ TA ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. TA എന്ന് പറയുന്നത് ഹോട്ട് ഗ്യാസിൻ്റെ ടെമ്പറേച്ചറാണ്. T1 എന്ന് പറയുന്നത് ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ 758. T2 എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പറേച്ചറാണ്. അതേപോലെ T3 എന്ന് പറയുന്നത് ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചറാണ്. T4 എന്ന് പറയുന്നത് ഈ ഒരു സർഫസിലെ ടെമ്പറേച്ചർ. അതേപോലെ TB എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ എയറിൻ്റെ ടെമ്പറേച്ചറാണ് TB. റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. ഇനി ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എല്ലാം വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു K1A
ഇൻറ്റു T1 മൈനസ് T2/L1 ആണ്. ഇതിൻ്റെ എല്ലാ വാല്യൂസും നമുക്കറിയാം. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? Q/A ഹീറ്റ് ഫ്ലക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ബ്ലോക്ക് ഇൻസുലേറ്ററിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, സ്റ്റീൽ പ്ലേറ്റിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, ഈ ഒരു സൈഡ് എയർ സൈഡിലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്, ഹോട്ട് ഗ്യാസ് സൈഡിലെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്, ഇതൊക്കെയാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് K2, K3, HB, HA കണ്ടുപിടിക്കണം. Q/Aൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് ഇക്വേഷൻ എടുത്തിട്ട് ഇനി സോൾവ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടുന്നത്. ബ്ലോക്ക് ഇൻസുലേറ്ററിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ, ഇവിടെ കംപ്ലീറ്റ് ഇക്വേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എഴുതിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ സെക്ഷൻ്റെ. ഓക്കെ, നമുക്ക് K2 കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ? Q ഈസ് ഈക്വൽ ടു K2A T2 മൈനസ് T3/L2, ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നിന്ന് Q/Aൻ്റെ വാല്യൂ ഹീറ്റ് ഫ്ലക്സിൻ്റെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. K2 മാത്രമേ ഇവിടെ അൺനോൺ ആയിട്ടുള്ളൂ. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? K2ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് കംപ്ലീറ്റ് ന്യൂമറിക്കൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. അവിടെ ജസ്റ്റ് സ്റ്റെപ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് സ്റ്റീൽ പ്ലേറ്റ് K3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Q ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ എഴുതി സോൾവ് ചെയ്താൽ K3ൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് ഫോർ ഗ്യാസ് സൈഡ്, ഹോട്ട് ഗ്യാസ് സൈഡ് HA ആണ് കണ്ടുപിടിക്കേണ്ടത്. Q ഈസ് ഈക്വൽ ടു HA ഇൻറ്റു A ഇൻറ്റു TA മൈനസ് T1 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടി വരിക. Q/A ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അൺനോൺ ആയിട്ട് ഇക്വേഷനിൽ ആര് മാത്രമേ ഉള്ളൂ? HA മാത്രമേ ഉള്ളൂ. അതും സോൾവ് ചെയ്താൽ കിട്ടും. അതേപോലെ എയർ സൈഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് Q/A ഈസ് ഈക്വൽ ടു എന്ത് മതി? HB ആണ് കണ്ടുപിടിക്കേണ്ടത്. Q/A ഈസ് ഈക്വൽ ടു HB ഇൻറ്റു T4 മൈനസ് TB. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? HBൻ്റെ വാല്യൂ കിട്ടും. പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഒന്നിക്കൽ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഒന്നിക്കൽ ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് അത് വെച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്ഷന്, അത് കൺവെക്ഷൻ, കണ്ടക്ഷൻ, അതേപോലെ കൺവെക്ഷൻ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഗിവൺ ഇൻപുട്ട് നോക്കിയിട്ട് വേണം അത് ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.